ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം സമയം 9:10 മണിയായി രാത്രി. ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴല്ല, ഇത് സ്റ്റാർട്ട് ചെയ്തത് മോർണിംഗ് 10 മണിക്കാണ്. അപ്പോൾ പക്ഷേ നമ്മളെ ഇൻട്രോ അന്നേരം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അന്നേരം നമ്മൾ കുറച്ച് ഓട്ടവും പരിപാടികളും ഒക്കെ ആയിട്ട് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻട്രോ ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ രാവിലത്തെ വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് വരാം. ആനന്ദു കിട്ടുന്നുണ്ടോ? നോയ്സ് ഇന്ന് എൻ്റെ ലൈഫിലെ ഒരു ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റാണ്. എനിക്ക് ഒരു മോളുണ്ടായി എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു ഹാപ്പിയായിട്ട് ഞാൻ ഹാപ്പി മാത്രമല്ല പ്രൗഡായിട്ട് പറയുന്ന ഒരു മൊമെൻ്റാണ്. എല്ലാവരുടെയും ഫോർ ദി ബ്രൈറ്റ് ഫ്യൂച്ചർ ഓഫ് ഭൈമി, നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുന്നത് സപ്പോർട്ടും സന്തോഷവും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഞങ്ങളുടെ കുഞ്ഞു മോൾക്കുണ്ടാവണം. ഓക്കെ, എനിക്കത് വിശക്കുന്നുണ്ട്. രാവിലെ ഒന്നും കഴിച്ചതില്ല, ഉറപ്പാണ്. മൂന്ന് പേര് ഒരേ ഷർട്ട് ഞാനും അടിച്ചു. ഞാൻ പോയിട്ട് നീയും ഇത് അച്ഛൻ്റെ വൈഫിൻ്റെ അച്ഛനില്ലേ, അമ്മായി അച്ഛനും പിന്നെ ഒരേ കളർ യൂണിഫോം ഓരോ ഷർട്ട്. ഇവര് തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ലായിരുന്നു. ഇവര് തമ്മിൽ നീ അങ്ങ് പോയി മാറുക, അതായിരിക്കും കുറച്ച് നല്ലല്ലേ. അതെങ്ങനെ വന്നെന്നാലും നിങ്ങൾ മൂന്ന് അതാ വരുന്നതായിരുന്നു. അച്ചോണനും അച്ചോണന്റെ വൈഫിന്റെ അച്ഛനും യൂണിഫോം പോലെ ഒരേ ഷർട്ട്. നീ പോയി മാറുന്നതായിരിക്കും നല്ല. അച്ഛൻ്റെ മാറിക്കൂടെ, അച്ഛൻ്റെ അടുത്താണ് പ്രത്യേകിച്ച് എടുത്ത ഷർട്ടാണ്. ഒരു മാസം മുമ്പേ അയാൾ ഡിസൈൻ ചെയ്തെടുപ്പിച്ച ഷർട്ടാണ്, ഡിസൈനറെ കൊണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഞാൻ തന്നെ വില്ല. അതെ, പക്ഷെ ഇവർ അച്ഛനും ഇയാൾക്ക് കോർഡിനേഷൻ ഇല്ലായിരുന്നു തോന്നുന്നു. അച്ഛൻ്റെ ആയിട്ടുള്ളൂ. അവരൊരു ഫാമിലി ആയിട്ട് യൂണിഫോം ഷർട്ടാന്ന് തോന്നുന്നു. പോയി ഷർട്ട് മാറിട്ട്. ബൈമിയുടെ ബർത്ത്ഡേ പറ്റി എന്തെങ്കിലും പറയാം? ബർത്ത്ഡേ പറ്റി പറയണമെങ്കിൽ ഞാൻ ഷർട്ടിന്റെ കൺഫ്യൂഷൻ അതുകൊണ്ട് എനിക്ക് വേണ്ടി വാക്കുകളൊന്നും നീ മാറ്റിയൊന്നും വേണ്ട. നീ കാര്യം പറ, ബൈമിയുടെ ബർത്ത്ഡേ പറ്റി. ബൈമിക്ക് എന്തെങ്കിലും ബൈമിയെ പറ്റിയുള്ള ഓർമ്മകൾ, ബൈമിയെ പറ്റി ഓർക്കുമ്പോൾ എന്ത് പറയുന്നു, എന്തൊക്കെയാണ് പറയാനോ? ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് പോയായിരുന്നു. ബൈമിയെ പറ്റി ഓർക്കുമ്പോൾ ബൈമി ജനിക്കുമ്പോൾ ഞാനും ആശുപത്രിയിലുണ്ടായിരുന്നു. അന്ന് അച്ഛൻ്റെ സന്തോഷം ഞാൻ ഒരുപാട് കണ്ട. കുറ്റാന്വേഷണമാണ്. കട്ടി പോയി ഒരുപാട് വാക്കുകളുണ്ട്. സീരിയസ് ആയിട്ട് പറയല്ലോ, നീ എന്തിനാ അങ്ങനെ നശിപ്പിച്ചു? ആ ഫ്ലോ അങ്ങ് വന്നായിരുന്നു. ഞാനും അത് എൻജോയ് ചെയ്ത് വരുമായിരുന്നു. പഞ്ചായത്തിലെ പ്രസിഡന്റ് പറയുന്നു. പഞ്ചായത്തിലെ പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റ് ബൈമയുടെ ബർത്ത്ഡേ കുറിച്ച് 2 വാക്ക് ഇവനെ ഇറങ്ങി ഇല്ല, എനിക്കൊന്നും ഒരു താഴെ നോക്കണം. ഇവനാണ് അസിസ്റ്റന്റ്, അവന് വീഡിയോ എടുക്കാൻ. എടാ അതോടെ ഒരെണ്ണം പൊട്ടിയപ്പോ ഇളകി വന്നായിരിക്കും. നോക്കട്ടെ. ബൈമി വന്നിരിക്കുകയാണ്. എന്റെ പേര് പറഞ്ഞേക്കണേ കേട്ടോ. ഇത് വെച്ചോ, പറഞ്ഞാൽ മതി. എന്റെ പേര്
എടാ അത് കാണിച്ചോടാ അമ്മലെ. രണ്ടോ കേക്കുകൾ പോയി എത്ര കേക്കുകൾ പോയി ഒരു ബർത്ത്ഡേ അതാ കൊച്ചല്ലേ കട്ടിയുണ്ട് അല്ലല്ലോ കട്ടി ഇത് ഷർട്ട് ഞങ്ങൾക്ക് 3 ഷർട്ടായിട്ട് ഒരേ കളർ കേക്കല്ല ഈ പേപ്പർ എടുക്കണേ. കഴിഞ്ഞിട്ട് നമ്മളിത് പാരലിൽ കൊടുക്കണം. ഇത് മാറ്റണം. അത് ആ റിസ്ക് ആരും എടുക്കരുത്. എടാ ഇയാൾ തന്നെ മാറ്റുന്നതായിരിക്കുന്നല്ലോ. പേര് റിസ്ക് ഏറ്റെടുക്കണം. നമ്മളൊക്കെ വരണേ. അർജുൻ സ്വാക്സിൽ പോണോ മറ്റേത് പോണോ? അർജുൻ വാക്സ് പോതല്ലേ അല്ലേ? അല്ല മറ്റേ പിന്നെ 1K 10K ഫോളോവേഴ്സ് ഉണ്ടല്ലോ. നിങ്ങളവിടൊക്കെ എത്ര ബർത്ത്ഡേ നിങ്ങളവിടൊക്കെ ബർത്ത്ഡേ പാർട്ടിക്ക് എത്ര പേര് വരും? 1 2 എന്നാൽ 100 പേര് വരുന്നൊരു ബർത്ത്ഡേ പാർട്ടി ഞാൻ കാണിച്ചു തരാം. എടാ സെറ്റ് ചെയ്താ എന്താ ഇത് യൂട്യൂബ് കയറണം എല്ലാം വരണം, എല്ലാം കയറണം. വെച്ചേക്കണം. അതിന് പ്രത്യേക എല്ലാം ടിപ്പുണ്ട്. എന്റെ കുഞ്ഞിന്റെ വൈമി നിങ്ങളെല്ലാരും ഇൻസ്റ്റാഗ്രാമിലൂടെ കാര്യം തമ്പുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണല്ലോ. അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും വന്നാട്ടെ വന്നാട്ടെ. മൈക്ക് എൻ്റെ കയ്യില. കൊണ്ടുവന്നോ.
ആരാടാ ഇത് കസേരക്കിട്ട്? ആ ഓക്കെ. എന്തോ ആളൊഴിഞ്ഞോ? ആളൊഴിഞ്ഞില്ല. വാ ഗിഫ്റ്റ് കൊടുത്തിട്ട് വരാം. എടാ അത് നിങ്ങളാണ് കൊടുത്തത്. നമ്മളെല്ലാം നീയും കൊടുക്കും. ഇവരെല്ലാം ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നവരാ. അതിനെന്ത് ഒന്നര വയസ്സായിട്ട് ഇടാവേ. 1.5 വയസ്സിലുള്ള ഡ്രസ്സാട്ടോ. എടാ ഒരാൾ ഇപ്പുറത്താണോ? ഏത് ഇപ്പുറത്താണോ? നേരെ തട്ടേ ഇറങ്ങി വന്നേ. യെസ്, ക്യാമിയോ റോളായി. ഇല്ല വ്ളോഗ് ഫുൾ ഡേ ഇൻട്രോയും കഴിഞ്ഞ് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇവര് വന്നു തിരിച്ചു വന്നിരിക്കുക. ഡ്രസ് ഇട്ട് കണ്ടോ? ഇട്ട് നീ ഇട്ട് വീഴുണ്ടോ? എങ്ങനെയുണ്ട്? ഇവിടെ എല്ലാവർക്കും നല്ല അഭിപ്രായം. എല്ലാരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ഡ്രസ്സ് അല്ല, എല്ലാരും പറഞ്ഞെന്ന് വെച്ചാല് എല്ലാരും ഓരോന്നൊക്കെ അൺബോക്സ് ചെയ്യുമല്ലോ. അൺബോക്സ് ചെയ്തപ്പോ പറഞ്ഞെന്ന് വെച്ചാല് ഈ സാധനം അല്ലെ, ഇതൊരു സെപ്പറേറ്റ് ഇതാരും വാങ്ങിച്ചെന്നു. അത്ര എക്സൈറ്റ്മെന്റ് ഇതാരും ഉണ്ടെന്ന്, ഇതാരും ഉണ്ടെന്ന്. നമ്മളിത് ഡിസ്ക്ലോസ് ചെയ്ത് കൊച്ചിന്റെ അച്ഛന്റെ ക്രെഡിറ്റ് കാർഡിൽ അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. സംഭവം എന്ന് വെച്ചാല് പുള്ളിയുടെ അച്ഛന്റെ ചെലവില് അച്ഛന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് ഇതുവരെ പോയത്. ഇനി ബില്ല് നമ്മളാ വാങ്ങിച്ചു കൊടുത്തത്, ഇനി അത് ബില്ല് കൊടുക്കണമെന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. ഇത്ര ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അതെ ആദ്യമേ പറഞ്ഞപ്പോഴേ നോട്ട് ചെയ്തു എന്നുള്ള രീതി. കാരണം നമ്മൾ പേരൊന്നും എഴുതിയിട്ടില്ലല്ലോ കൊണ്ടപ്പോ. അതൊരു ഫോട്ടോയുടെ ഒരു ആമുഖം നമ്മൾ കാണിച്ചുതരാം. നിങ്ങൾ ഇതിന്റെ ഫുൾ വീഡിയോ ഉടനെ കാണുന്നതായിരിക്കും. ഇതിന്റെ ഡ്രസ് ഇട്ടത് വീഡിയോ ആയിട്ടെന്റെ വീഡിയോ. അപ്പൊ അതിന്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ബൈമി നമ്മുടെ ഗിഫ്റ്റ് കൊടുത്ത ഉടുപ്പിട്ടിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെലക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുമാര് മന്തി കഴിച്ചു. നമ്മൾ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.